ഞങ്ങളുടെ പ്രസിഡൻറ്റ് ശ്രീ സിബി മലയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ടൊരു യാത്രയിലാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ഉണ്ടാവാത്തത്. ഇപ്പോൾ ഇവിടെ ഫെഫ്കയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളും ഡയറക്ടേഴ്സ് യൂണിയൻ്റെ പ്രസിഡൻറ്റ് ശ്രീ രജി പണിക്കർ, വൈസ് പ്രസിഡൻറ്റ് ജാഫറുണ്ട്, ഭാരവാഹികളുണ്ട്, എല്ലാവരും ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാവുന്ന പോലെ 19-ാം തീയതി, കഴിഞ്ഞ മാസം 19-ാം തീയതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഞാനിത് നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഫെഫ്ക ഏതാണ്ട് 8ഓളം ട്രേഡ് യൂണിയനുകൾ, ഫെഫ്കയുടെ ട്രേഡ് യൂണിയനുകളെ ഈ റിപ്പോർട്ട് പരാമർശിച്ചു പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങളുടെ വിശകലന റിപ്പോർട്ടിൻ്റെ ആമുഖം നോക്കിയാൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഫെഫ്ക എന്ന ട്രേഡ് യൂണിയൻ ഫെഡറേഷൻ അതിൻ്റെ 21 അംഗസംഘടനകളെയും അതിൻ്റെ ഭരണസമിതികളെ വിളിച്ചുകൂട്ടി ഈ റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായവും കേട്ട്, കൂടാതെ ഫെഫ്കയിലെ വിവിധ സംഘടനകളിലെ വനിതകളുടെ ഒരു യോഗം നടത്തി അവരെയും കേട്ടതിന് ശേഷം വളരെ വിശദമായിട്ട് ഒരു ചർച്ചകൾക്ക് ശേഷം നിങ്ങളെ കാണാം, എഴുതി തയ്യാറാക്കിയ ഒരു അവലോകന രേഖയുമായി നിങ്ങളെ കാണാം എന്നുള്ളതായിരുന്നു ഫെഫ്കയുടെ നിലപാട്. അത് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. അതിൻ പ്രകാരം ഓഗസ്റ്റ് 31-ാം തീയതിയാണ് ഫെഫ്കയുടെ സ്ത്രീകളുടെ യോഗം നടന്നത്. സെപ്റ്റംബർ 2 അതിന് 6 യൂണിയനുകളുടെ 7 യൂണിയനുകളുടെ യോഗം നടന്നു. സെപ്റ്റംബർ 3-ാം തീയതി 6 യൂണിയനുകളുടെ, സെപ്റ്റംബർ 4-ാം തീയതി ബാക്കിയുള്ള യൂണിയനുകളുടെ യോഗം, ഏതാണ്ട് 8 യൂണിയനുകളുടെ യോഗങ്ങൾ നടന്നു. അതിൽ നിന്ന് ഉള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. പ്രാഥമികമായിട്ട് ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന പേരുകൾ അത് വെളിയിൽ വരണം എന്ന് പറഞ്ഞിട്ടുള്ള, എന്ന് നിലപാടെടുത്തിട്ടുള്ള മലയാള സിനിമയിലെ ഒരേ ഒരു സംഘടന ഫെഫ്കയാണ് എന്നുള്ളത് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് ഞങ്ങൾ ആദ്യഘട്ടത്തിലാണ് അത് പറയുന്നത്. ഒപ്പം ഇത് മലയാള സിനിമയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഡോക്യുമെൻ്റായിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഫെഫ്ക കാണുന്നത്. എന്നാൽ ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഫെഫ്കയ്ക്ക് വളരെ കൃത്യമായ വിമർശനവും നിലപാടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മേലുണ്ട്. പ്രധാനപ്പെട്ട വിമർശനം കമ്മിറ്റി കാണേണ്ട ആളുകളെ തിരഞ്ഞെടുത്ത രീതിയിലാണ്. അതായത് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, കമ്മിറ്റി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പത്രപരസ്യം കൊടുത്തിരുന്നു. കമ്മിറ്റിക്ക് മുമ്പ് ആർക്ക് വേണമെങ്കിലും ഹാജരായി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരു പത്രപരസ്യം ശ്രദ്ധിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ശ്രദ്ധിച്ചാൽ തന്നെ പ്രേരണയില്ലാതെ ആളുകൾ പോകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ അതിനുശേഷം ഞങ്ങളെ വളരെ പ്രധാനമായിട്ട് കാണുന്നത് ഈ റിപ്പോർട്ടിൻ്റെ 14-ാമത്തെ ഖണ്ഡികയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. The committee then decided to contact individuals in cinema personally, അവരുടെ ഈ അഡ്രസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട്, ഓഫ് ബോത്ത് മെൻ ആൻഡ് വിമൻ ഇൻ സിനിമ whom we propose to meet എന്നാണ് പറയുന്നത്. whom we propose to interact with എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കാണേണ്ട ആളുകളുടെ ടെലിഫോൺ നമ്പറും ഇമെയിലുകളും ഞങ്ങൾ ശേഖരിച്ചു, ഞങ്ങൾ അവരെ വിളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഞങ്ങൾക്ക് കാണേണ്ട ആളുകൾ ഇന്ന ആളുകളാണ്, ഇത്ര പേരേ ഉള്ളൂ മലയാള സിനിമയിൽ നിന്നുള്ള ഏത് അടിസ്ഥാനത്തിലാണ് ഈ കമ്മിറ്റി ആ തിരഞ്ഞെടുപ്പ് നടത്തിയത്? ആ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഫെഫ്കയിലെ അംഗസംഘടനകളുടെ ജനറൽ സെക്രട്ടറിമാർ പോലും ഉണ്ടായില്ല? മലയാളത്തിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ ഫെഡറേഷൻ 8000 പേര് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ. അന്ന് എനിക്ക് തോന്നുന്നു 5000 ശിഷ്ടം ആളുകളാണ് ഫെഫ്കയിൽ പ്രവർത്തിച്ചിരുന്നത്.
700 സ്ത്രീകൾ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഫിഫ്ക. എന്തുകൊണ്ട് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഞങ്ങൾ ഒഴിവാക്കപ്പെട്ടു? അതിനുശേഷം അവിടെ പറയുന്നത് ടേംസ് ഓഫ് റെഫറൻസിലെ ഒരു ഇമെയിലായിട്ട്, ഒരു ക്വസ്റ്റ്യനറായിട്ട് മാറ്റുകയും ആ ക്വസ്റ്റ്യനർ WCC അംഗങ്ങൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് ടേംസ് ഓഫ് റെഫറൻസ് ഒരു ക്വസ്റ്റ്യനറാക്കി മാറ്റി, എന്നിട്ട് ആ ക്വസ്റ്റ്യനർ WCC അംഗങ്ങൾക്ക് അയച്ചു കൊടുത്തു. 12-ാം പേജ് കണ്ടാൽ മതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ. ഇതേ രീതിശാസ്ത്രം എന്തുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിലുണ്ടായില്ല? ഈ ക്വസ്റ്റ്യനർ ഞങ്ങൾക്ക് അയച്ചു തരാം. ഞങ്ങളുടെ 21 സംഘടനകൾക്ക് ഞങ്ങൾ അയച്ചു കൊടുക്കും. അവരുടെ അഭിപ്രായം ഞങ്ങൾ എഴുതി തന്നെ കമ്മിറ്റിക്ക് കൊടുത്തേനെ, WCC ചെയ്തതുപോലെ. എന്തുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കപ്പെട്ടു? എന്തുകൊണ്ട് മലയാളത്തിലെ നിർമ്മാതാക്കളുടെ സംഘടന ഒഴിവാക്കപ്പെട്ടു? എന്തുകൊണ്ട് മലയാളത്തിലെ ആക്ടേഴ്സിൻ്റെ സംഘടന ഒഴിവാക്കപ്പെട്ടു? എന്തുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യനർ ഇമെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായൊരു പ്രൊസീജിയർ ഞങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കാതിരുന്നത്?